സൗദി പ്രോമെട്രിക്കിന് ലേറ്റസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പീഡിയാട്രിക്സ് എന്നുള്ളത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ഇൻഡ്യൂസെപ്ഷൻ ഇൻ ചിൽഡ്രൻ? അബ്ഡോമിനൽ എക്സ്റേ, കോൺട്രാസ്റ്റ് എനിമ, അബ്ഡോമിനൽ അൾട്രാസൗണ്ട്, CT സ്കാൻ, അബ്ഡോമൻ. ടോപ്പിക്ക് ഇൻഡ്യൂസെപ്ഷൻ അല്ലേ. ഇൻഡ്യൂസെപ്ഷൻ ഉള്ള ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഏതാണ് എൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. നല്ലൊരു ടോപ്പിക്കാണ് ഇൻഡ്യൂസെപ്ഷൻ. ഇതിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പല നഴ്സിംഗ് എക്സാംസിനും മാറ്റിയും കയറ്റിയൊക്കെ ചോദ്യം കിട്ടാറുള്ളതാണ്. പഠിച്ചു വെച്ചോളൂ. ഇപ്പോൾ ആ പോയിൻറ്റ്സ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് ഈ സംഭവം എന്നറിയണമല്ലോ. എന്താണ് ഇൻഡ്യൂസെപ്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ പീഡിയാട്രിക്സ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. ടെലിസ്കോപ്പിംഗ് ഓഫ് വൺ പാർട്ട് ഓഫ് ദി ഇൻഡസ്റ്റൈൻ ടു ദി അനദർ കോസിങ് ബവൽ ഒബ്സ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗം അടുത്തുള്ള മറ്റൊരു ഭാഗത്തിനുള്ളിലോട്ട് ടെലിസ്കോപ്പ് ചെയ്ത് കയറുന്നു. അങ്ങനെ കയറുന്നത് കാരണം എന്താ സംഭവിക്കുന്നത്? ഫ്രീ ഫ്ലോ ആയിട്ട് കണ്ടൻസ് മൂവ് ചെയ്ത് പോകണ്ടല്ലേ, അതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, ബവൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ. അതിൽ കൂടെ ഫുഡ് കണ്ടൻസ് അല്ലേ ഡൈജഷനൊക്കെ നടന്ന് മുന്നോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു പൈപ്പ് അതിൻ്റെ അടുത്ത ലൂമിനകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തടസ്സം എന്താണോ അങ്ങനെ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന തടസ്സം ബവൽ ഒബ്സ്ട്രക്ഷനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. മനസ്സിലായോ? ചെറിയ കുട്ടികളിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. മനസ്സിലാക്കേണ്ട ചില പോയിൻ്റ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുന്നത്, മെയിൻ ട്രയാഡ് സിംറ്റംസ് എന്നൊക്കെ പറയും. അബ്ഡോമിനൽ പെയിൻ തന്നെയാണ്. കൊളീക്കി അബ്ഡോമിനൽ പെയിൻ, ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള കൊളീക്കി അബ്ഡോമിനൽ പെയിൻ കുഞ്ഞുങ്ങളിലാണല്ലോ ഉണ്ടാകുന്നത്. വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കരമായിട്ടുള്ള കരച്ചിലും നീസൊക്കെ ചെസ്റ്റിലോട്ട് ഡ്രോ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, ആദ്യത്തെ ട്രയാഡ് സിംറ്റംസിൽ ആദ്യം ഞാൻ പറഞ്ഞത് അബ്ഡോമിനൽ പെയിൻ ആണ്, കൊളീക്കി അബ്ഡോമിനൽ പെയിൻ. അത് നോട്ട് ചെയ്തോണം. പിന്നെ വോമിറ്റിംഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ബവൽ ഒബ്സ്ട്രക്ഷനാണ്, അതുകൊണ്ട് വോമിറ്റിംഗ് ഉണ്ടാവും. സ്റ്റൂളിൽ എന്താ പറയുക, ബ്ലഡും മ്യൂക്കസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ജെല്ലി ലേക്ക് സ്റ്റൂൾ എന്ന് പറയും. അത് ഇതിൻ്റെ ക്ലാസിക്കൽ സിംറ്റമാണ്. എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പലയിടത്തും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ സിംറ്റമാണ്. അത് നോട്ട് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഈ ഒബ്സ്ട്രക്ഷൻ കാരണം സോസേജ് ഷേപ്പ്ഡ് മാസ് പാൽപ്പേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് റൈറ്റ് അപ്പർ ക്വാഡ്രൻ്റ് ഭാഗത്ത്. അതും ചോദ്യം കിട്ടാവുന്നതാണ്. ഞാൻ ആദ്യം 3 പറഞ്ഞു. അബ്ഡോമിനൽ കൊളീക്കി പെയിന്, അബ്ഡോമിനൽ പെയിൻ, കൊളീക്കി അബ്ഡോമിനൽ പെയിൻ അല്ല അങ്ങനെ പറയണം, വോമിറ്റിങ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ജെല്ലിയിലേക്ക് സ്റ്റൂള്. ഇത് 3 ഇതിൻ്റെ ട്രയാഡ് സിംറ്റംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നോട്ട് ചെയ്തോണം. അടുത്ത് കിട്ടേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അബ്ഡോമിനൽ അൾട്രാസൗണ്ടാണ്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ ഡോണറ്റ് സൈൻ അല്ലെങ്കിൽ ടാർഗറ്റ് സൈൻ എന്നൊക്കെ പറയും. ഇത് പ്രത്യേകിച്ച് ട്രാൻസ്വേഴ്സ് അൾട്രാസൗണ്ടിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശ സൂചന കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ടെലിസ്കോപ്പിംഗ്, ബവലിൻ്റെ ടെലിസ്കോപ്പിംഗ് കാരണം കോൺസെൻട്രിക് റിങ്സ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഈ ഒബ്സ്ട്രക്ഷൻ ഭാഗത്ത് കാണാൻ സാധിക്കും. മൾട്ടിപ്പിൾ കോൺസെൻട്രിക് റിങ്സ് കാണാൻ സാധിക്കും. നടുക്കായിട്ടുള്ള ഒരു സർക്കിൾ അപ്പിയറൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസെപ്ഷൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ യുണീക്ക് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് അൾട്രാസൗണ്ടിൽ കാണിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ കോൺസെൻട്രിക് റിങ്സും നടുക്കുള്ള ഒരു സർക്കിളും, ബുൾസൈ അപ്പിയറൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് ഡോണറ്റ് പോലുള്ള ഒരു അപ്പിയറൻസാണ് വരുന്നത്. ഡോണറ്റ്, ബുൾസൈ അപ്പിയറൻസ്, ടാർഗറ്റ് സൈൻ, ഇതൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് അൾട്രാസൗണ്ടിൽ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇൻഡ്യൂസെപ്ഷൻ്റെ സൂചനയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അൾട്രാസൗണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഡയഗ്നോസ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ട്രീറ്റ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിമ കൊടുത്ത് റെഡിയാക്കാൻ പറ്റും. എനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂമാറ്റിക് എയർ വെച്ചിട്ടുള്ള എനിമ തെറാപ്പിറ്റിക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ. അങ്ങനെ മനസ്സിലാക്കുക. ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് കൂട്ടത്തിൽ ഡയഗ്നോസും ചെയ്യാം. പക്ഷേ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സ്പെസിഫിസിറ്റി ആയിക്കോട്ടെ, സെൻസിറ്റിവിറ്റി ആയിക്കോട്ടെ, എല്ലാം ഹൈ എന്ന് പറയുന്നത് അബ്ഡോമിനൽ അൾട്രാസൗണ്ടാണ്. അത് നോട്ട് ചെയ്തിട്ടോണം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എയർ എനിമയൊക്കെ കൊടുക്കാൻ സാധിക്കും. അത് ഫെയിലായി പിന്നെ അതുപോലെ തന്നെ പെർഫറേഷൻ, ബ്ലീഡിങ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സർജറി വേണ്ടി വരും. പിന്നെ നഴ്സിംഗ് പ്രയോറിറ്റീസ് ആയിട്ട് എടുത്ത് പറയേണ്ടത്, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് NBO വെക്കുക, IV ഫ്ലൂയിഡ്സ് കൊടുക്കുക, ആസ് പെർ ഓർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഉള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ, അപ്പം ഇത്രയും പോയിൻറ്റ്സ് വെച്ചിട്ട്
ഇത്രയും പോരെ, കുറേ പോയിൻറ്റ്സ് കിട്ടി. അതൊക്കെ നമുക്ക് പല എക്സാംസിന് ഞാൻ പറഞ്ഞ പോലെ ഗുണപ്പെടാം, പഠിച്ചു വെച്ചോളൂ. പിന്നെ ആദ്യം കിടക്കുന്ന ഓപ്ഷൻ അത് അബ്ഡോമിനൽ എക്സ്റേ ആണ്. എക്സ്റേ കമ്പാരിറ്റീവ്ലി ലെസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് എടുക്കണ്ട. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എനിമ, എയർ അല്ലെങ്കിൽ ബേരിയം, ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എയർ എനിമ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ട് അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ഓപ്ഷൻ സി നമ്മുടെ ആൻസറായിട്ട് വരുന്നു. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് CT സ്കാൻ അബ്ഡോമിനാണ്. കുട്ടികളിലോട്ട് വരുമ്പോഴത്തേക്ക് റേഡിയേഷൻ്റെ എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പം ഫാസ്റ്റായിട്ട് ചെയ്യാനും സേഫറായിട്ട് ചെയ്യാനും റേഡിയേഷൻ്റെ എക്സ്പോഷർ കുറയ്ക്കാനും ഒക്കെ അൾട്രാസൗണ്ടാണ് ബെസ്റ്റ്. CT സ്കാൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് അത് കൺഫേം ചെയ്തെടുക്കാം. ഏത് സി ആണ് ആൻസർ. DHA, HAD, MOH, പ്രോമെട്രിക്, എംഗ്ലക്സാറൻ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുമ്പം ഉടനെ ഉള്ളത് DHS, എയിംസ്, നഴ്സിംഗ് ട്യൂട്ടർ പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സസ്, അതിനകത്ത് 60 hours-ൻ്റെയും 5 days-ൻ്റെയും ക്രാഷ് കോഴ്സസ് ഉണ്ട്. ഈ ക്ലാസ്സുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഉണ്ടാവും, സിസ്റ്റം വൈസും സബ്ജക്റ്റ് വൈസും ആയിട്ടുള്ളത്. ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വലിയൊരു കളക്ഷനോട് കൂടിയ ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് ഈ എടുക്കുന്ന പാക്കേജുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ആവശ്യമാണെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം.